ഹരേ കൃഷ്ണ. ഇന്ന് കണ്ണൻ്റെ ഒരു കഥ കേട്ടാലോ? എന്നും രാവിലെ പൂ മാർക്കറ്റിൽ പോയി പൂ വാങ്ങി കുട്ടയിലാക്കി തലയിൽ ചുമന്ന് വീട് വീടാന്തരം കയറിയിറങ്ങി വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ ഭർത്താവിന്റെ മരണത്തോടെ 2 കുട്ടികളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു. എന്നും രാവിലെ പൂ വാങ്ങി വരുന്ന വഴി 3-4 മുഴം മുല്ലപ്പൂ വഴിയിലുള്ള ഒരു കൊച്ചു കൃഷ്ണക്ഷേത്രത്തിൽ ശാന്തിക്കാരനെ ചാർത്താനായി ഏൽപ്പിച്ചിട്ടാണ് വരാറ്. തുടർന്ന് കച്ചവടം നടത്തും. ഒരു ദിവസം പൂ വരാൻ വൈകി. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ പൂജയ്ക്കായി നടയടച്ചിരിക്കുന്നു. ഇനി നിന്നാൽ വൈകിയെങ്കിലോ എന്ന് കരുതി അവിടെ പൂ കൊടുക്കാതെ പോന്നു. മനോവിഷമത്തോടെയാണെങ്കിലും വൈകിയാൽ രാവിലെ എന്നും വാങ്ങുന്ന വീട്ടുകാർ കാണാതെ വന്ന് കച്ചവടം മുടങ്ങിയാലോ എന്ന ചിന്ത കാരണമാണ് പോന്നത്. പതിവിന് വിപരീതമായി അന്ന് പക്ഷേ ആരും പൂ വാങ്ങിയില്ല. നേരം വൈകിയതിനാൽ വേണ്ട എന്നായിരുന്നു മറുപടി. ഇനി എന്തു ചെയ്യും എന്നാലോചിച്ച് ആ സാധു സ്ത്രീ വിഷമിച്ചിരുന്നു. കച്ചവടം നടന്നില്ലെങ്കിൽ അന്നത്തെ അന്നം മുട്ടും എന്ന അവസ്ഥ. മകന് ഇന്ന് ഫീസ്, അച്ഛൻ്റെ മരുന്ന് ഒക്കെ ഇന്ന് വാങ്ങേണ്ടതാണ്. അതെല്ലാം മുടങ്ങും. അതോടൊപ്പം ഇത്രയധികം രൂപ നഷ്ടപ്പെടുന്ന വേദന, എല്ലാം കൂടെ അവരാകെ അസ്വസ്ഥമായി. ആ സമയത്ത് ഒരാൾ അവരെ സമീപിച്ച് വില ചോദിച്ചു. അവർ പറഞ്ഞ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തരാമെങ്കിൽ വാങ്ങാമെന്നായി അയാൾ. നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി അയാൾ പറഞ്ഞ വിലയ്ക്ക് അത് നൽകി. പണവും വാങ്ങി പോരാൻ നേരത്ത് അയാൾ ചോദിച്ചു, ഇതെന്താ ഇതിൽ നോക്കുമ്പോൾ അത്ഭുതം പോലെ 3-4 മുഴം പൂ മാത്രം ഒട്ടും വാടാതെ ഇരിക്കുന്നു, ബാക്കിയൊക്കെ വാടിത്തുടങ്ങി. അപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി, അത് അമ്പലത്തിൽ കൊടുക്കാറുണ്ടായിരുന്നതാണ്. ഇന്നത് കൊടുക്കാത്തത് മോശമായി പോയി. അങ്ങനെ പോകുന്ന വഴി അവിടെ കയറി ആരെയെങ്കിലും ഏൽപ്പിച്ചു പോകാമെന്ന് കരുതി അതിൽ നിന്ന് ആ 4 മുഴം തിരിച്ചു ചോദിച്ചു. പക്ഷേ എത്ര പറഞ്ഞിട്ടും അയാൾ അത് നൽകിയില്ല. ഇത് ഞാൻ വാങ്ങിയതാ, ഇതിനി ആർക്കും തരില്ല എന്ന വാശിയോടെ അയാൾ നിന്നു. അവരൊടുവിൽ തോറ്റ് അവിടെ നിന്നും മടങ്ങി. കച്ചവടം നടക്കാത്ത വിഷമത്തോടൊപ്പം ഈ സംഭവം കൂടി അവരെ ആകെ തളർത്തി. തിരിച്ചു പോരുമ്പോൾ ആ അമ്പലത്തിന്റെ നടയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ മേൽശാന്തി നടയടച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ നിൽക്കുന്നു. അവരെ കണ്ട് മേൽശാന്തി ചോദിച്ചു, ഇന്നെന്തായാലും നന്നായി, ഒരു കൊട്ട പൂവാണല്ലോ ഇവിടെ വെച്ച് പോയത്, അതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ മേൽശാന്തി പറഞ്ഞു, ദേ വൈകിട്ട് ചാർത്താൻ പറഞ്ഞ് നിങ്ങൾ തന്നതാ എന്നും പറഞ്ഞ് ഒരാൾ ഇവിടെ വന്നു തന്നിട്ട് പോയതാ. നോക്കിയപ്പോൾ അതേ പൂവ്. അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിലെത്തി. ഉച്ച കഴിഞ്ഞ് മകൻ വരേണ്ട സമയമായതോടെ ആദ്യ തുടങ്ങി. ഇന്നും കൂടെ ഫീസ് അടച്ചില്ലെങ്കിൽ പുറത്താക്കും എന്ന് പറഞ്ഞ അവൻ പോയത്. ഇന്ന് അതും നടന്നില്ല. അങ്ങനെ അവൻ വന്നപ്പോൾ കാര്യം പറയാൻ നോക്കുമ്പോഴുണ്ട് അവൻ ഫീസ് അടച്ച രസീതി എടുത്ത് കയ്യിൽ തന്നു. തുടർന്ന് അവൻ പറഞ്ഞു, അമ്മ കൊടുത്തയച്ച ചേട്ടൻ കൊണ്ടുതന്നതാ. ഇത് ഇന്ന് അടച്ച കാരണം ഭാഗ്യമായി, പരീക്ഷയ്ക്കിരിക്കാം. അതോടൊപ്പം അവർ ഒരു മരുന്ന് പൊതിയെടുത്ത് നീട്ടി. ഇത് അപ്പൂപ്പന്റെ മരുന്നുകളാ, ഇത് വാങ്ങാനുള്ള പണം കൂടെ ആ ചേട്ടൻ തന്നിരുന്നു. ചിരിച്ചുകൊണ്ട് അവനത് പറഞ്ഞു ഓടിപ്പോയപ്പോൾ പതുക്കെ ആ 2 ബില്ലുകളും കൂടെ കൂട്ടി നോക്കിയപ്പോൾ താൻ വില കുറച്ചു കൊടുത്ത മുല്ലമാല, താൻ വിൽക്കാൻ ഉദ്ദേശിച്ച അതേ വിലയുടെ തുല്യമായ തുകയിൽ തനിക്ക് അയാൾ തന്ന വിലയ്ക്ക് ശേഷമുള്ള തുകയായിരുന്നു അത്. അതിനേക്കാൾ വലിയൊരു അത്ഭുതം കൂടെ, 4 മുഴം മാലയുടെ വില അതിൽ കൂട്ടിയിട്ടില്ല. ബാക്കി തുക കൃത്യം. അന്ന് രാത്രി ഉറക്കത്തിൽ അവരൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു ഉണ്ണി വന്ന് അവരോട് പറഞ്ഞു, നിത്യവും തരുന്ന ആ മാല കാണാതെ ഞാൻ വിഷമിച്ചു. കാണാതായപ്പോഴാ അങ്ങോട്ട് വന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനാ മാലയൊന്നും ചെലവാകാതിരുന്നത്. എനിക്കത് എന്നും നിർബന്ധ. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം തട്ടിപ്പറിക്കുന്ന എൻ്റെ ഒരു കുസൃതി. അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ ഇനി മുതൽ ആ 4 മുഴം മാല എൻ്റെ ആദ്യ അലങ്കാരമായി അറിയപ്പെടും. ആ ഉണ്ണിയുടെ പാദപത്മങ്ങളെ ധ്യാനിച്ച് കുതിച്ചൊഴുകുന്ന കണ്ണീർക്കണങ്ങളെ തടയാനാവാതെ ആനന്ദാതിരേകത്തോടെ ഇരിക്കാനേ ഉറക്കമുണർന്ന ആ സാധു സ്ത്രീക്ക് കഴിഞ്ഞുള്ളൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.